ഈ പെങ്കൊച്ച് പറയുന്ന ആ വാക്കുകളുണ്ടല്ലോ, ആ കൊടുക്കുന്ന ഉത്തരം എത്രത്തോളം ഓരോരോ ആളുകളും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചില ബ്ലോഗർമാർ നമ്മുടെ സിറ്റിയിൽ കൂടിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് മൈക്കും കൊണ്ട് അടുത്ത് വരികയാണ്. അപ്പോൾ ചിലപ്പോൾ പ്രായമായ ആളുകളോ ചിലപ്പോൾ ന്യൂ ആയിട്ട് മോഡലായിട്ട് നടക്കുന്ന കുറച്ച് പഴയ ആൾക്കാരാണെങ്കിലും അവർക്ക് ചിലപ്പോൾ ഉത്തരം പറയാൻ പറ്റൂല. പക്ഷെ അവരെ കാണാൻ നല്ല ഗ്ലാമറായിരിക്കാം, നല്ല സ്റ്റൈലായിരിക്കാം, അവരുടെ ഡ്രസ്സുകൾ ഭയങ്കര എൻജോയിലായിരിക്കാം. പക്ഷെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ലേ അവർക്ക് പറയാൻ സാധിക്കില്ല. എന്താണ് ചോദിക്കുന്നത്? ചിലപ്പം കേരളത്തിൻ്റെ തലസ്ഥാനം എവിടെയായിരിക്കാമെന്ന്. പിന്നെ ഇന്നാളൊരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ പെരേരയായിട്ടൊരു സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ എത്ര രാജ്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ പക്ഷെ എന്താണെന്ന് പറയുന്നില്ല. ഇത് ആ കുട്ടിനോട് ചോദിക്കുന്ന ചോദ്യം, ഒരു ചോദ്യം, കേരളത്തിന്റെ തലസ്ഥാനം എവിടെയാ? ഞാൻ ഈ ഉത്തരം ശരി പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമോ? ചേട്ടൻ തലയാ കണ്ട, ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ ഉത്തരം പറഞ്ഞാൽ ചേട്ടൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന്. അതിനുശേഷം നമ്മളൊന്ന് കേൾക്കാലോ. ചേട്ടാ, ഞാൻ ഈ ഉത്തരം ശരി പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യില്ല. ഞാൻ ഇത് തെറ്റ് പറഞ്ഞാൽ നിങ്ങൾ ക്യാപ്ഷൻ ഇട്ട് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ അത് പോസ്റ്റ് ചെയ്യും. സത്യമല്ലേ? ഇന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. കാരണം വെച്ചാൽ അവർക്ക് റീച്ച് കിട്ടണം. റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് ചിലപ്പോൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആ കുട്ടി പറഞ്ഞത് വളരെ കറക്റ്റാണ്. റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് ആ കുട്ടി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആ കുട്ടിൻ്റെ ചിലപ്പോൾ ഫോട്ടോ വെച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും, നല്ലൊരു ക്യാപ്ഷൻ ഇട്ടിട്ടായിട്ട് അങ്ങ് കാത്തിച്ച് വിടും. അത് മില്യൺ കണക്കിന് ആളുകൾ കണ്ടിരിക്കും. കേൾക്കാം നമ്മൾ ആ കുട്ടിയുടെ വാക്കുകൾ. ചേട്ടൻ ദീപക്കിനെ അറിയോ? ഇപ്പൊ ആത്മഹത്യ ചെയ്തേ? ആ, ഇത് ഒരു തരത്തിലുള്ള അപമാനമാണ്. അപമാനമല്ല, അപമാനം. കറക്റ്റ്, ഇതൊരു അപമാനമെന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ അറിയുന്നില്ല. ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ചിലപ്പോൾ അറിയാത്തത് കൊണ്ട് ആ നേരത്തെ പറഞ്ഞ ആൾക്ക് ക്യാപ്ഷൻ ഇട്ടിട്ട് അടിച്ച് കാത്തിക്കും. അതിനുള്ളതാണ് അപമാനം എന്ന് പറഞ്ഞത്. അഭിമാനമല്ല, അപമാനം എന്ന് ആ കുട്ടി ശരിക്കും പറഞ്ഞു കൊടുക്കുന്നു. ചേട്ടാ, കേരളത്തിലല്ല ഈ ലോകത്ത് എല്ലാവർക്കും എല്ലാത്തിനും ഉത്തരം അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല. ഞാൻ അഥവാ ഈ ഉത്തരം തെറ്റ് പറഞ്ഞ നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്ത് മില്യൺസ് വ്യൂസ് കിട്ടും. അതുപോലെ എനിക്ക് എന്താ കിട്ടുന്നത്? ഈ കാണുന്ന നാട്ടുകാരും വീട്ടുകാരൊക്കെ ഞാൻ അപമാനിക്കപ്പെടുമല്ലേ? ചേട്ടൻ ഈ ക്യാമറയും പിടിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? ഇനി മേലെ ഇങ്ങനെ ചോദ്യം ചോദിക്കരുത്. പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തായാലും ചോദ്യം തലസ്ഥാനം എവിടെയെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഉത്തരം പറയാൻ സൗകര്യമില്ല. കേട്ടല്ലോ? ഇങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത്. എത്ര സുന്ദരമായ വാക്കുകളല്ലേ. കാരണം എന്ന് വെച്ചാൽ ഈ ചില ബ്ലോഗർമാർ ഇങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഒരുപാട് ആളുകളുടെ അടുത്ത്. പിന്നെന്ന് വെച്ചാൽ കൂടുതൽ ആളുകളും ഫോക്കസ് ചെയ്യുന്നുള്ളത് എങ്ങനെയാണെന്നറിയോ? കുറച്ച് കാണാൻ ഭംഗിയുള്ള, കുറച്ച് കാണാനൊരിതിലുള്ള അങ്ങനത്തെ ആളെടുത്ത് പോയിട്ടാണ് ചോദിക്കുന്നുള്ളത്. പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞ വാക്കുകളിൽ എത്ര കറക്റ്റാണ്. ഞാൻ വീണ്ടും ഒന്ന് നിങ്ങൾക്കത് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. നിങ്ങളൊന്ന് കേട്ടിട്ടായിട്ട് ഇതിൻ്റെ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ലൈക്ക് അടിച്ചിട്ട് വിട്ടേക്ക് നമ്മളെ വീഡിയോക്ക്. ചേച്ചി, ഒരു ചോദ്യം, കേരളത്തിന്റെ തലസ്ഥാനം എവിടെയാ? ഞാൻ ഈ ഉത്തരം ശരി പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമോ? ചേട്ടൻ തലയാട്ടേട്ടാ. ഞാൻ ഈ ഉത്തരം ശരി പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യില്ല. ഞാൻ ഇത് തെറ്റ് പറഞ്ഞാൽ നിങ്ങൾ ക്യാപ്ഷൻ ഇട്ട് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ അത് പോസ്റ്റ് ചെയ്യും. ചേട്ടൻ ഒരു ദീപക്കിനെ അറിയോ? ഇപ്പൊ ആത്മഹത്യ ചെയ്തേ? ആ, ഇത് ഒരു തരത്തിലുള്ള അപമാനമാണ്. അപമാനമല്ല, അപമാനം. ചേട്ടാ, കേരളത്തിലല്ല ഈ ലോകത്ത് എല്ലാവർക്കും എല്ലാത്തിനും ഉത്തരം അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല. ഞാൻ അഥവാ ഈ ഉത്തരം തെറ്റ് പറഞ്ഞ നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്ത് മില്യൺസ് വ്യൂസ് കിട്ടും. അതുപോലെ എനിക്ക് എന്താ കിട്ടുന്നത്? ഈ കാണുന്ന നാട്ടുകാരും വീട്ടുകാരൊക്കെ ഞാൻ അപമാനിക്കപ്പെടുമല്ലേ? ചേട്ടൻ ഈ ക്യാമറയും പിടിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? ഇനി മേലെ ഇങ്ങനെ ചോദ്യം ചോദിക്കരുത്. പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തായാലും ചോദ്യം തലസ്ഥാനം എവിടെയെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഉത്തരം പറയാൻ സൗകര്യമില്ല. കേട്ടല്ലോ? ആ കുട്ടി ലാസ്റ്റ് പറഞ്ഞതാണ് വളരെ കറക്റ്റ്. ഉത്തരം പറയാൻ സൗകര്യമില്ല എന്ന്. ഇങ്ങനെ നമ്മളടുത്തും വരുമ്പോൾ ഇല്ല ചില ബ്ലോഗർമാർ വരുമ്പോൾ നമ്മളും അങ്ങനെ ചെയ്യണം. പിന്നെ യൂട്യൂബിൽ നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ബ്ലോഗ് ചെയ്യുന്നത്. നമ്മുടെ
ഉബൈദ്, സുരജ് ഇങ്ങനെ പോലുള്ളവർക്കല്ലേ നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്. കാരണം വെച്ചാൽ ഒരുപാട് പാപങ്ങളുടെ അടുത്ത്, ഒരുപാട് ബുദ്ധിമുട്ടിയവരുടെ അടുത്താണ് അവർ ചെല്ലുന്നത്. അവർക്കാണ് നമ്മൾ കൊടുക്കേണ്ട സപ്പോർട്ട്. അല്ലാതെ ഇങ്ങനെയുള്ള ചാളാപ്പുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ അടുക്കല്ല നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മളെ വീഡിയോക്ക് ലൈക്ക് അടിച്ച് കമൻറ്റ് ഇട്ടിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.